അച്ഛാ, ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന പാട്ട് മോക്ഷരാജ്യത്തിൽ നിന്നിറങ്ങി. അത് കേട്ടിട്ടുണ്ടാവല്ലോ. നല്ല അല്ലെങ്കിൽ ഫേവറേറ്റ് സോങ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ള, പണ്ടൊക്കെ പാടി ഈ പാട്ടുകൾ പലയിടത്തും പാടി കേട്ടിട്ടുണ്ടല്ലേ? പഴയ പാട്ടുകളുടെ ബ്യൂട്ടി അതൊരു തനിമയാണ്. അതെ അതെ, അത് അന്നും ഇന്നും നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്ന പാട്ടുകളാണ്. വരികളാണെങ്കിലും അല്ലെ, എന്തൊരു അർത്ഥവും ആഴവുമാണ് വരികൾക്ക്. അതിന് സിമ്പിളാണ്, ഓർത്തിരിക്കാൻ പറ്റുന്നത്, പെട്ടെന്ന് പാടാൻ പറ്റുന്നത്. അതാണ് ആ പാട്ടിന്റെ. അതെ അതെ. രചയിതാവ് ആരാണെന്നൊന്നും അങ്ങനെ ഞാൻ ഒന്ന് നോക്കി, പക്ഷേ എവിടെ നമുക്ക് കിട്ടിയിട്ടില്ല. രചയിതാവും മ്യൂസിക് കൊടുത്ത ആളുകളെ ഒന്നും അറിയത്തൊന്നുമില്ല. പക്ഷേ അൽഫോൻസാമ ഇങ്ങനെ പാടിക്കൊണ്ട് നടന്നിരുന്നു എന്ന് പറഞ്ഞിരുന്ന ഒരു പാട്ടാണ് അൽഫോൻസാമയ്ക്ക് ഇഷ്ടമുള്ള. അൽഫോൻസാമയുടെ മദർ അൽഫോൻസാമയെ കൊണ്ട് പലപ്പോഴും ഈ പാട്ടുകൾ പാടിപ്പിച്ച് കേൾക്കുമായിരുന്നു എന്ന് ഞാൻ ഈ ശലോം ടി വിയിലെ നമ്മുടെ ആ ചരിത്രത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അതും എൻ്റെയും മനസ്സിൽ കയറിയത്. അതെ അതെ, അതൊന്ന് നമുക്ക് പാടി കേട്ടാലോ വെച്ചാ? ബ്യൂട്ടിഫുൾ സോങ്, നമുക്കതൊന്ന് പാടി കേൾക്കാം. നീ എൻ ഹൃത്തിൽ നിൻ സിംഹാസനത്തെ പ്രിയമോടുടൻ സ്ഥാപിച്ചിടേണം. നീ എൻ ഹൃത്തിൽ നിൻ സിംഹാസനത്തെ പ്രിയമോടുടൻ സ്ഥാപിച്ചിടേണം. മോക്ഷരാജ്യത്തിൽ നിന്നെഴുന്നള്ളി നീ വരേണമെൻ ദൈവകുമാര, ദൈവകുമാര, ദൈവകുമാര. സൂപ്പർ അച്ഛാ, വളരെ വളരെ മനോഹരം, വളരെ നന്നായിട്ട് പാടി. അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആഴമായിട്ട് അത് തങ്ങി നിൽക്കും അല്ലേ? ഓക്കെ, വെരി ഗുഡ്.